നമസ്കാരം, ന്യൂസ് കഫേ ലൈവിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നോക്കൂ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാമസിംഹൻജി, അതല്ലെങ്കിൽ അലി അക്ബർജി എന്ന് പറഞ്ഞാൽ അറിയുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കാം. അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാനത് വായിച്ച് ഒരുപാട് ചിരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലെ ഓരോ വാക്കുകളും കുറിക്കൊള്ളുന്ന വാക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിനടിയിൽ വിരകി തൂറി നമ്മുടെ ഈ കാക്കാന്മാർ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ പോസ്റ്റിലെ ഗംഭീരമായിട്ടുള്ള വരികൾ ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നി. കാക്കകളെ കൊണ്ട് തോറ്റു, കോലായ വൃത്തിയാക്കിയിട്ടാൽ അവിടെ വന്ന് സാധിക്കും. ഈ സാധിക്കും എന്നുള്ളത് അപ്പിയിടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തുണി അലക്കി അഴയിലിട്ടാൽ അവിടെ വന്ന് സാധിക്കും. സകല വേസ്റ്റ് മാന്തി കൊത്തിപ്പറിച്ച് നമ്മുടെ മുൻപിലെത്തിക്കും. പോക്കാക്കെ പോക്കാക്കെ എന്ന് പറഞ്ഞാലോ നമ്മുടെ തലയിൽ വന്ന് സാധിക്കും. സഹികെട്ട് ഒരു കാക്കയെ എറിഞ്ഞാലോ നല്ല കഥയായി സകല കാക്കകളും ഒരുമിച്ച് വന്ന് ആക്രമിക്കും. കാക്കകൾ സംഘടിതരാണ്. സെക്കൻഡുകൾ കൊണ്ടാണ് സകല കാക്കകൾക്കും വിവരം കിട്ടുന്നത്. നമ്മോട് ശത്രുതയിലാണെങ്കിലും കാക്കകൾ നമ്മെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് കാക്കകളുടെ ഒരു പ്രത്യേകത. നമ്മ ഒരു നെയ്യപ്പം ചുട്ടാൽ ഉടനെ അതിന്റെ മണം പിടിച്ച് കാക്കകളുടെ സകല ഗ്രൂപ്പിലും വിളമ്പും. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ നെയ്യപ്പം കുഴിയപ്പമാവും. തിന്നുകയാണെങ്കിൽ സാരമില്ല, വൃത്തികേടാക്കും. അതാണ് സ്ഥിരം പണി. തിന്നുകയുമില്ല തീറ്റുകയുമില്ല എന്നുള്ളതാണ്. എല്ലാം സഹിക്കാം, വൃത്തികെട്ട ശബ്ദം അതാണ് അസഹനീയം. പല ഇനം കാക്കകൾ പരസ്പരം ശത്രുതയിലാണെങ്കിലും പൊതുശത്രുവിന് നേരെ അവർ ഒരുമിക്കും. ശത്രു തീർന്നാൽ അവർ പരസ്പരം പോരാടുകയും ചെയ്യും. കാക്കകൾ പെരുകിയതിനാൽ പല രാജ്യങ്ങളും ഇന്ന് അങ്കലാപ്പിലാണ്. അവർ കാക്കകളെ തുരത്താൻ മാർഗങ്ങൾ തേടുകയാണ്. ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, എത്ര നേരം വൃത്തിയായി കിടക്കുമെന്നറിയില്ല, കണ്ടു തന്നെ അറിയും. കാ 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 കാ. ഇങ്ങനെയാണ് രാമസിംഹൻജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. നോക്കൂ, ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കാക്ക എന്ന് പറയുന്ന, നമ്മൾക്കറിയാം ആരാണ് ഈ കാക്ക എന്നുള്ള, ആ പക്ഷിക്ക് കാക്ക എന്നുള്ള പേരിട്ടത് എന്നത് യാഥാർത്ഥ്യത്തോടു കൂടി ചിന്തിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. അവറ്റകൾക്ക് ചേർന്ന പേര് തന്നെയാണ് ഈ രണ്ട് കാക്കാന്മാരെ. നമ്മുടെ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം കാക്കമാർ എന്നൊക്കെ വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ, മലപ്പുറം പോലെയുള്ള ജില്ലകളിലൊക്കെ കാക്കായി കാക്കായി എന്നൊക്കെ തന്നെ പച്ചയ്ക്ക് വിളിക്കാറ്. ആ കാക്കയും ഈ പക്ഷിയായിട്ടുള്ള കാക്കയും തമ്മിലുള്ള ഒരുപാട് സമാനതകളാണ് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത്. ഇത് ചില്ലറ കാര്യമല്ല. ചെറിയ ഒരു 2 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കുന്ന കുറച്ച് വരികൾ മാത്രമല്ല, അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ആ വ്യാപ്തിയിലേക്ക് നമ്മളൊന്ന് ഊളിയിട്ട് നോക്കേണ്ടതുണ്ട്. കാക്കകളെ കൊണ്ട് തോറ്റു, കോലായ വൃത്തിയാക്കിയിട്ടാൽ അവിടെ വന്ന് സാധിക്കും. ഈ കാക്കമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടം കുറെ കാക്കമാരുണ്ട് എന്ന് കരുതാം. നമ്മുടെ എത്ര വൃത്തിയാക്കി നടന്നു കഴിഞ്ഞാലും അത് വൃത്തികേടാക്കാൻ ഈ അയൽപ്പക്കത്തുള്ള കാക്കമാർ തന്നെ ധാരാളം എന്നുള്ളത് ഈ വരികളിലുണ്ട്. തുണി അലക്കി അഴയിലിട്ടാൽ അവിടെ വന്ന് സാധിക്കും. സകല വേസ്റ്റും മാന്തി കൊത്തിപ്പറിച്ച് നമ്മുടെ മുൻപിലെത്തിക്കും. അതായത് സകല വേസ്റ്റും നമ്മുടെ മുൻപിലെത്തിക്കും എന്നതിൽ തന്നെ കൃത്യമായിട്ട് ഇവരുടെ സംസ്കാരം എന്താണ്, ഇവരുടെ സ്വഭാവം എന്നുള്ളതുണ്ട്. ഇനിയോ പോക്കാക്കെ പോക്കാക്കെ എന്ന് പറഞ്ഞാലോ നമ്മുടെ തലയിൽ സാധിക്കും. അതായത് നമ്മൾ എങ്ങനെ ഒന്ന് പോയട ചങ്ങാതി, നീ നിന്റെ പണി നോക്കിപ്പോ, ഞാൻ എന്റെ പണി നോക്കി പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തടിയൂരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ വിടില്ല. എന്താണ്? കണ്ടകശനി കൊണ്ടേ പോകൂ എന്നതുപോലെ തന്നെയാണ് ഈ കാക്കാന്മാരുടെ കഥ. ശനി എന്ന് പറഞ്ഞത് കൊണ്ട് ശനീശ്വരന്റെ വാഹനം കൂടിയാണ് കാക്ക എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ മദ്രസ പൊട്ടൻ കാക്കമാരല്ല, കാക്ക എന്ന് പറയുന്ന പക്ഷിയെയാണ് ഉദ്ദേശിച്ചത്. ഇനി എന്താണ് വരുന്നത്? കാക്കമാർ സംഘടിതരാണ്. സകല കാക്കകളും ഒരുമിച്ച് വന്ന് ആക്രമിക്കും. അതായത് സഹികെട്ട് ഒരു കാക്കയെ എറിഞ്ഞാലോ അതല്ലെങ്കിൽ പള്ളു പറഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ? കാക്കമാർ കൂട്ടം കൂടി വന്ന് തന്നെയാണ് ആക്രമിക്കുക. നമ്മൾക്കറിയാം, കാക്ക എന്ന് പറയുന്ന പക്ഷിയെ ഒന്ന് എറിഞ്ഞു നോക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷിയെ ഉപദ്രവിച്ചു നോക്കും, ബാക്കി നിമിഷങ്ങൾക്കകം ബാക്കി എല്ലാ കാക്കമാരും ഒന്നിച്ച് വന്നുകൊണ്ട് നമ്മളെ അവിടെ നിൽക്കാൻ അനുവദിക്കില്ല. അവർ അവിടെവിടങ്ങളിലുള്ള എല്ലാ മരങ്ങളിലും കെട്ടിടങ്ങളിലും നിന്നുകൊണ്ട് പുറത്തിറങ്ങുന്ന നമ്മളെ ശരിയാക്കും എന്നുള്ളത് ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പോലും ഉണ്ടായിരിക്കും ഈ വാക്കുകൾ ഈ വീഡിയോ കാണുന്നതിൽ. ഇനിയോ, ഇവർ സെക്കൻഡുകൾക്കുള്ളിലാണ് സംഘടിതരാവുക. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു വാട്സാപ്പ് ഹർത്താലൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു വാട്സാപ്പ് ഹർത്താൽ?
പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലോ ബോംബെയിലോ എവിടെയോ ഒരു കൂട്ടം ആളുകൾ സമരം ചെയ്ത് ആ സമരക്കാർക്ക് നേരെ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ ഇറങ്ങി അവർ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി എന്നുള്ള രീതിയിൽ പച്ച വ്യാജ വാർത്തകൾ പടച്ചിറക്കിയ സമയത്ത് വാട്സപ്പിലൂടെ ഏതോ ഒരു മദ്രസ പൊട്ടൻ എഴുതിവിട്ട വാർത്ത കണ്ടുകൊണ്ട് വ്യാജ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെ ഹർത്താൽ നടത്തിയവന്മാരാണ് ഇവർ, ഈ ആര്, ഞമ്മന്റെ ഈ കാക്കമാർ. എന്നിട്ട് ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ സ്ഥാപനങ്ങളിൽ കയറി ബേക്കറികളിൽ പോലും, നമ്മൾക്കറിയാം KR ബേക്കറി എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിന്റെ സ്ഥാപനമാണ് എന്ന് നമ്മൾക്കറിയാം. അത് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും അവർ ചെയ്യുന്നുണ്ടെന്നറിയാം. ആ KR ബേക്കറിയുടെ, അദ്ദേഹത്തിന്റെ പേര് ബാലേട്ടൻ എന്താണെന്ന് തോന്നുന്നു എനിക്കറിയില്ല, ഈ ബാലേട്ടന്റെ അടക്കമുള്ള ഈ KR ബേക്കറികളിൽ അടക്കം കയറിക്കൊണ്ട് മധുര പലഹാരങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് ഓടുന്ന, ഹർത്താലിനിടയ്ക്ക് ഷട്ടർ കുത്തി തുറന്ന് കയറിയിട്ടുള്ള മദ്രസ പൊട്ടന്മാരെയും നമ്മൾ കണ്ടു. അത്തരത്തിൽ ഇവന്മാർ പെട്ടെന്ന് സംഘടിതരാവും. സംഘടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവന്മാർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ദുഷ്ടത്തരത്തോടെ തന്നെ നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതിന് ഒരേ ഒരു ഉദാഹരണം മാത്രം മതി. 1921 ഈ മലബാർ കലാപം, മാപ്പിള ലഹള, മാപ്പിള വർഗീയ കലാപം, കൊടും ഭീകര കലാപം, അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇനിയോ, നമ്മ ഒരു നെയ്യപ്പൻ ചുട്ടാൽ ഉടനെ അതിന്റെ മണം പിടിച്ച് കാക്കകളുടെ സകല ഗ്രൂപ്പിലും വിളമ്പും. അതായത് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു നോക്കുക, ആ നല്ല കാര്യം ചെയ്യില്ല വേണ്ട, നമുക്ക് ജീവിക്കാൻ വേണ്ടി, ഒരു പിടി അരി ഉണ്ടാക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്ഥാപനമോ സംഘടനയോ എന്തെങ്കിലും രൂപീകരിച്ചു എഴുതുക. അപ്പൊ എന്തായിരിക്കും ഈ കാക്കമാരുടെ വിശേഷം? ഈ കാക്കമാർ ഈ സ്ഥാപനം തകർക്കാൻ വേണ്ടിയിട്ടുള്ള കളികളായിരിക്കും. പിന്നെ അത് ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളുടെ വലിയ കമ്പനികളായിക്കോട്ടെ, വലിയ സ്ഥാപനങ്ങളായിക്കോട്ടെ, അതിലൊക്കെ നടന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ അനുഭവസ്ഥർ തന്നെ ഇഷ്ടം പോലെ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നെയ്യപ്പൻ ചുട്ടാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ അത് സകല ആളുകളിലേക്ക് എത്തിച്ച് അത് പൊട്ടിച്ച് കയ്യിൽ തരും. അതങ്ങോട്ട് നാശോന്മുഖമാക്കി നമ്മുടെ കയ്യിൽ തരാൻ ഇവന്മാർക്ക് ഒരു പ്രത്യേക ബിരുദ് ആണ് ഉള്ളത് എന്നത് നമ്മൾക്കറിയാം. ഇനിയോ, എല്ലാം സഹിക്കാം, വൃത്തികെട്ട ശബ്ദം അതാണ് അസഹനീയം. 5 നേരം നമ്മൾ കേൾക്കാറുണ്ട് കോളാമ്പിയിലൂടെ, ഇങ്ങനെ 5 നേരം ഇങ്ങനെ ആ ഒരു കാക്കയുടെ ശബ്ദം കേൾക്കാറുണ്ടല്ലേ? അതിനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാം സഹിക്കാം, വൃത്തികെട്ട ശബ്ദം അതാണ് അസഹനീയം. കാ 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 എന്നിങ്ങനെ 24 മണിക്കൂർ ഓതിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് തന്നെയാണ് 5 കോളാമ്പിയിലൂടെ നമ്മൾ കേൾക്കുന്ന ആ അസഹനീയമായിട്ടുള്ള ശബ്ദത്തെ തന്നെയാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയോ, പലതരം കാക്കകൾ പരസ്പരം ശത്രുതയിലാണെങ്കിലും പൊതുശത്രുവിന് നേരെ അവർ ഒരുമിക്കും. ഇവരിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇവർ കണ്ടിട്ടുണ്ടോ ഹിന്ദുക്കളെയൊക്കെ ജാതി മതം തിരിച്ചുകൊണ്ട് ഇതാ ഈഴവൻ, പാണൻ, തേങ്ങ, മാങ്ങ, ചെറുമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദുക്കളെ വിഘടിപ്പിക്കാൻ ഇവന്മാർ വലിയ സംഭവമാണ്. എന്നാലോ ഇവന്മാരിലുണ്ട് 100 കണക്കിന് വിഭാഗങ്ങൾ. ഒസാന് മറ്റവും കൊടുക്കില്ല, മൊല്ലാക്ക മറ്റേ ഇവന് കൊടുക്കില്ല, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളിൽ ഇവരുണ്ട്. പക്ഷെ ഇവന്മാർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഇവന്മാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ആ ഒരു ഏകീകരണ സ്വഭാവം നമ്മൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പലയിനം കാക്കകൾ പരസ്പരം ശത്രുതയിലാണെങ്കിലും പൊതുശത്രുവിന് നേരെ അവർ ഒരുമിക്കും. ശത്രു തീർന്നാൽ അവർ പരസ്പരം പോരാടുകയും ചെയ്യും. അങ്ങനെയൊന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾക്കറിയാം മുസ്ലിം രാജ്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇസ്ലാമിക രാജ്യങ്ങൾ അവർ പൊതുശത്രുക്കളായി കാണുന്നത് അന്യ ക്രൈസ്തവ ഹിന്ദു രാജ്യക്കാരെ തന്നെയാണ്. അപ്പോൾ ഹിന്ദു ക്രൈസ്തവ രാജ്യക്കാരോട് ഇവർ പടപൊരുതും. പിന്നെയോ ആരോടും പടപൊരുതാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തമ്മിൽ തല്ലി തീരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് തന്നെയാണ് പാകിസ്ഥാനിലായിക്കോട്ടെ, ബംഗ്ലാദേശിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, അത്തരം ഒട്ടേറെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന തമ്മിൽ തല്ല് ഇഷ്ടംപോലെ കാണാനാവും. ഇത്തരത്തിൽ ഒരുപാട് കാക്കകളെ കുറിച്ച്, കാക്കകളുടെ ആ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ച് രാമസിംഹൻജി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ ഓരോന്നും അർത്ഥവത്തായ വാക്കുകൾ തന്നെയാണ്. അത് ഞമ്മന്റെ കാക്കവർഗത്തിന്റെ കൃത്യമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള വരികൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.